നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മലബന്ധത്തിനെ പറ്റി. ഇന്ന് ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ മലം പോകാനുള്ള മരുന്ന് ഉപയോഗിക്കുന്നത് അതിന് ലാക്സേറ്റീവ്. ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു മരുന്നാണ് ലാക്സേറ്റീവ്. ഇത് കൊച്ചു കുട്ടികൾ തൊട്ട് എല്ലാ പ്രായക്കാർക്കും ഉണ്ടാകുന്നതാണ്. കുട്ടികളിൽ തന്നെയും മലബന്ധമില്ലാത്ത കുട്ടികൾ വളരെ ചുരുക്കമാണ്. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ട. ഇതെല്ലാവരും ഏതെങ്കിലും രീതിയിലൊരു ലാക്സേറ്റീവ് അല്ലെന്നുണ്ടെങ്കിൽ ഈ മലം പോകുന്നതിനുള്ള ഒരു മരുന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റ് കഴിക്കാതിരിക്കാൻ ഒക്കത്തില്ല. ചില ഡോക്ടേഴ്സ് തന്നെയും ഇപ്പോൾ ഈ മലബന്ധത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തവരുണ്ട്. അപ്പോൾ ചില ഡോക്ടേഴ്സ് പറയുന്നത് 3 ദിവസം 4 ദിവസം പോകുന്നില്ല, ഡോക്ടറെ മലം പോയിട്ട് 3-4 ദിവസമായി, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അതെല്ലാവർക്കും ഉള്ളതാണെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. അതായത് മലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വീവേജ് സിസ്റ്റമാണ്. നമ്മുടെ വയറിലും കുടലിലും കെട്ടി നിൽക്കുന്ന മലം ഇത് പോയില്ലെങ്കിൽ ഇത് വളരെ വളരെ കുഴപ്പങ്ങളുണ്ടാക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയാണ് പറയുന്നത്. ഡെത്ത് ആൻഡ് ഡിസീസ് ബിഗിൻ ഫ്രം അവർ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻകുടലിലാണ് ഈ മലബന്ധം മുഴുക്കിയ മലം കെട്ടിക്കിടക്കുന്നത്. അത് വന്നിട്ടാണ് താഴോട്ട് വന്നിട്ട് പോകേണ്ടത്. പല കാരണങ്ങൾ കൊണ്ടും ഇത് പോകാതെ വരും. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ആഹാര രീതി. ഇപ്പം നമുക്ക് മലബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല രോഗങ്ങളും ഉണ്ടാകുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്. അതായത് ഡെത്ത് ആൻഡ് ഡിസീസ് അല്ലെങ്കിൽ ഡിസീസ് ആൻഡ് ഡെത്ത്, രോഗവും മരണവും ഉണ്ടാകുന്നത് നമ്മുടെ വൻകുടലിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബന്ധം കൊണ്ടാണ്. അപ്പോൾ ഇത് സാധാരണ ഡോക്ടേഴ്സിന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആളുകൾക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ടും മലബന്ധം ഉണ്ടാവും. പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ ആഹാര രീതിയാണ്. അപ്പോൾ അതുപോലെ ചില ആളുകൾ മലബന്ധം ഉണ്ടാകുന്നതിന് ഈ ഓയിലുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ കാസ്റ്റർ ഓയിൽ നല്ലതാണ് മലം പോകാനുള്ളത്, അത് നാച്ചുറലാണ്. ചില ആളുകൾ ഈ മിനറൽ ഓയിൽസ് അതൊരിക്കലും കൊടുക്കാൻ പാടില്ല. അതായത് പെട്രോളിയം ജെല്ലിയാണ്. ഇപ്പോൾ അത് ലോകം മുഴുവൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം ബാൻ ചെയ്തിരിക്കുകയാണ്. മിനറൽ ഓയിലാരും ഡോക്ടേഴ്സ് ആരും കൊടുക്കാറില്ല. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാച്ചുറോപ്പതി, ഹോമിയോപ്പതിക്ക് അല്ലെന്നുണ്ടെങ്കിൽ ആയുർവേദിക് സിസ്റ്റം ഓഫ് ഡോക്ടേഴ്സ് അവരാദ്യം ചെന്ന് കഴിഞ്ഞ ഉടനെ മലമൂത്ര വിസർജനത്തിനെ പറ്റിയായിരിക്കും. അപ്പോൾ മലം പോകുന്നതിൻ്റെ പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം, നമ്മളൊരു പ്രാവശ്യം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ 2 പ്രാവശ്യം മലം പോകണം. 2 പ്രാവശ്യം ഫുഡ് കഴിച്ചാൽ 2 3. അപ്പോൾ എത്രത്തോളം പോകും അത്രയും നല്ലതാണ്. അതുകൊണ്ടാണ് ചില പേഷ്യൻസിന് തന്നെ എന്തെല്ലാം കൊടുത്തു കഴിഞ്ഞാലും ഈ മലം കറക്റ്റ് ചെയ്യാത്തടത്തോളം കാലം അവർക്ക് യാതൊരു സുഖവും കിട്ടാൻ പോകുന്നില്ല. അതേസമയം നമുക്ക് തന്നെ അറിയാമല്ലോ, ഒരു മലം പോയി കഴിഞ്ഞാൽ എന്തുമാത്രം സുഖമായിരിക്കും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഇതിൻ്റെ എല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ കോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻകുടൽ. ഈ വൻകുടലിൽ ഇതെല്ലാം കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത് ദിവസം 2 3 പ്രാവശ്യം പോകാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആഹാര രീതിയാണ് പ്രധാനം. നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഫൈബർ എന്ന് പറഞ്ഞാൽ നാരുകളില്ല. ഈ നാരുകളില്ലാത്ത ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് മലം പോകാതിരിക്കുമ്പോഴത്തേക്ക് അത് ഇതെല്ലാം ഹാർട്ടിനെയും നമ്മുടെ എല്ലാ സിസ്റ്റത്തിനെയും എഫക്റ്റ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, നേച്ചർ ചെയ്തിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളം ഈ ചെന്ന് ചേരുന്ന എവിടെയാണ്? ഈ വൻകുടലിലാണ്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരം ഡൈജഷൻ എല്ലാം കഴിഞ്ഞിട്ട് അവസാനിക്കുന്ന കളക്ട് ചെയ്യുന്നത് വൻകുടലിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻകുടൽ നിറച്ച് മലമാണ്. ഈ മലത്തിനകത്താണ് ഈ വെള്ളം പോയി വീഴുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സെപ്റ്റിക് ടാങ്കിനകത്തെ വെള്ളം, ഈ വെള്ളമാണ് കിഡ്നി ഫിൽട്ടർ ചെയ്ത് നമ്മുടെ രക്ത ഈ ബ്ലഡിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ ബ്ലഡ് ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ ഇതെല്ലാം ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ ബാധിക്കും. അപ്പോൾ മലബന്ധത്തിൻ്റെ പ്രാധാന്യം അതാണ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇതൊരു സ്വീവേജ് സിസ്റ്റമാണ്. ഇപ്പോൾ നമ്മുടെ കക്കൂസ് അല്ലെങ്കിൽ ഇത് അടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടേത്. പിന്നെ അതുപോലെ ഈ റിസർച്ച് ചെയ്തിട്ടുള്ള അതായത് റിസർച്ചേഴ്സ് പറഞ്ഞിരിക്കുന്നതാണ്, വി നെവർ ഗെറ്റ് എ നോർമൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ ആഫ്റ്റർ ദി ഏജ് ഓഫ് 2. നമുക്ക് ആർക്കും 2 വയസ്സിന് ശേഷം വൻകുടൽ നോർമലല്ല. അതിൻ്റെ കാരണം കുട്ടിക്കാലം തൊട്ടേ നമ്മൾ ഈ ഫൈബർ ഫുഡെല്ലാം ഒഴിവാക്കിയിട്ട് സിന്തറ്റിക്കായിട്ട് ഫുഡുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളത്, അതായത് ഈ പ്രവർത്തിക്കുന്ന ഒരു കോളിനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊച്ചുകുട്ടികളെ നോക്കിയാൽ മതി. ഇപ്പോൾ ആണായാലും പെണ്ണായാലും അവർ മുലപ്പാലാണ് കുടിക്കുന്നത്. കുടിച്ചു കഴിഞ്ഞാൽ മലവും പോവും,
മൂത്രവും പോകും. അതാണ് ആക്റ്റീവ് കോളൻ. ഈ 2 വയസ്സിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് പിന്നെ ഈ ടിൻ ഫുഡുകൾ അത് ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ പൗഡറുകളൊക്കെ കറിയൊക്കെ കൊടുക്കും. അതും മലബന്ധത്തിന് കാരണമാകും. അപ്പോൾ ഇതെല്ലാം നമുക്ക് സകല രോഗങ്ങളും ഉണ്ടാകും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലബന്ധത്തിൽ നിന്നാണ്. പിന്നെ ഇതെങ്ങനെ ചെയ്യാമെന്ന്, ഇതിന് എങ്ങനെ ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റസ്റ്റായിട്ട് WHO അല്ലെങ്കിൽ FDA അംഗീകരിച്ചിട്ടുള്ളത് ഒരു സിസ്റ്റം, അതിൻ്റെ പേരാണ് കോളൻ ഹൈഡ്രോതെറാപ്പി. അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇന്ത്യയിൽ അത് കോമണായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല, എന്നാൽ തന്നെയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും ഒരു ബോധവാന്മാരായതുകൊണ്ട് ഇതെല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട് അവർ. ഇപ്പോൾ ഉദാഹരണം അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ഹൗസ് വരെയും അവർ കോളൻ ഹൈഡ്രോതെറാപ്പി ഡോക്ടേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പിന്നെ UK യിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ രാജ്ഞി വരെയും ഇതേപ്പറ്റി അവെയറാണ് അവർ ചെയ്യുന്നുണ്ട്. ഇന്ത്യ പല സ്ഥലത്തും ചെയ്യുന്നു, പക്ഷേ അവരൊന്നും ഈ പ്രാധാന്യം കൊടുക്കുന്നില്ല. അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ ഡെവലപ്പ് കൺട്രീസിലാണെങ്കിൽ അവർ മേജർ ഹോസ്പിറ്റലെല്ലാം കോളൻ ഹൈഡ്രോതെറാപ്പി മെഷീൻസ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ കോസ്റ്റ്ലിയാണ്. കാരണം ഇത് ഈ നമ്മുടെ ഒരു കോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ദ ഹൈറ്റ് ഓഫ് എ പേഴ്സൺ. കോളൻ എന്ന് പറഞ്ഞാൽ വൻകുടൽ ഒരാളുടെ 5 അടി 5 ഇഞ്ചാണെങ്കിൽ 5 അടി 5 ഇഞ്ചാണ് അവൻ്റെ കോളൻ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അതുപോലെ ഇരിക്കും. അപ്പോൾ അത് എത്രയോ സയൻറ്റിഫിക് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് മലം കയറി അലയുന്നത് കൊണ്ടാണ് എല്ലാ സോക്കുകളും. അതുപോലെ കോളൻ റെപ്രസെൻ്റ് ഓൾ ദി ഓർഗൻസ് ഓഫ് ദ ബോഡി. അപ്പോൾ ഇതിനകത്ത് കോളനിൽ എല്ലാ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളുടെയും സെൻറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഓരോ സെൻറ്റേഴ്സിൽ പോയി മല അടയുമ്പോഴത്തേക്കാണ് ഓരോരോ ഹാർട്ടിൻ്റെ പോയിൻ്റ് ഉണ്ട്, ലിവറിൻ്റെ പോയിൻ്റ്. ഇതൊരു വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് ചില ആൾക്ക് ഇത് പറഞ്ഞാൽ തന്നെ മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഞാനിതിൻ്റെ കോളൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ മലബന്ധത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അഥവാ മലം പോകുന്നില്ലെങ്കിൽ നമ്മൾ ലാക്സേറ്റീവ് നാച്ചുറലായിട്ടുള്ള എല്ലാം ഉപയോഗിക്കാം. അതായത് വെജിറ്റബിൾ ഫൈബർ, അതുപോലെ ഫൈബർ കണ്ടൻറ്റുള്ള ഫുഡുകൾ ധാരാളം, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ധാരാളം ഉപയോഗിക്കാം. അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എല്ലാ ഫ്രൂട്ട്സും അതിന് പിന്നെ ഇതാണ്. അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ചില കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ മലബന്ധം ഉണ്ടാവും. അപ്പോൾ ഉദാഹരണം സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരക്കിഴങ്ങെന്ന് പറയും. അത് എത്രത്തോളം ഹാർട്ട് പേഷ്യൻ്റ് ഉപയോഗിക്കാം, പിന്നെ ലിവർ പേഷ്യൻ്റ് ഉപയോഗിക്കാം, എല്ലാ പേഷ്യൻസിനും മാത്രം എല്ലാ ആളുകൾക്കും അത് ഉപയോഗിക്കാം. നമുക്കത് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയങ്ങളിൽ അതൊരു നേരത്തെ ഫുഡായിട്ട് തന്നെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് നിറച്ച് ഫൈബറാണ്. അത് ഡയബറ്റീസ് പേഷ്യൻ്റ് ഉപയോഗിക്കാം, ഹാർട്ട് പേഷ്യൻ്റ് ഉപയോഗിക്കാം, എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാം. പേഷ്യൻ്റിനുള്ളതല്ല, എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാം. കുട്ടികൾക്ക് ഇത് നമ്മൾ കൊടുത്ത് പഠിപ്പിക്കണം. അതുപോലെ ഇലവർഗ്ഗങ്ങൾ മാക്സിമം കഴിക്കുക. ഇതെല്ലാം ഉള്ളു നമുക്കൊരു മലബന്ധത്തിൽ നിന്ന് പിന്നെ ഒരു സൊല്യൂഷൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ആൻജിയോഗ്രാം ഒഴിവാക്കുക, അതുപോലെ ബൈപ്പാസ് സർജറി ഒഴിവാക്കുക. എന്നിട്ട് ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് യൂറോപ്പിലും അമേരിക്കയിലും പോയി ചെയ്യുന്ന ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ലേസർ ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു ബ്ലോക്ക് മാറ്റുന്നതിന് ഒരു ചിലവ് തന്നെ അതിൻ്റെ ഒരു പിന്നെ ബൈപ്പാസ് സർജറി ഒരു 4 അല്ലെങ്കിൽ ഒരു 8 വളരെ ചുരുക്കം ചിലവിൽ അത് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് നിങ്ങൾക്ക് വൈകിട്ടൊരു 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.